ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ജിലേബിയാണ്. ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചിയോടുകൂടി ജിലേബി നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു കപ്പ് ഉഴുന്ന് നന്നായി കഴുകി 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് വെള്ളമെല്ലാം കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ച ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും ഓറഞ്ച് ഫുഡ് കളറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കളർ ചേർക്കുമ്പോൾ പെർമിറ്റഡ് ഫുഡ് കളർ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ 2 കപ്പ് പഞ്ചസാര എടുത്തു വച്ചിരിക്കുന്നത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഒരല്പം കളറോടെ ആഡ് ചെയ്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് ഇതുപോലെ ഒട്ടുന്ന ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്ലാസ് എടുത്ത് അതിലേക്കൊരു പൈപ്പിൻ ബാഗ് ഇറക്കി വെച്ചിട്ട് നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അരിക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് ഒരു സൈഡ് ക്രിസ്പി ആയി കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ജിലേബി ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് പാകമായിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഷുഗർ സിറപ്പിൽ ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കണം. അതിനുശേഷം ജിലേബി മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. ബാക്കിയുള്ള ബാറ്റർ വെച്ച് ഇതുപോലെ ജിലേബി ഉണ്ടാക്കിയെടുക്കാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജിലേബിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.